ഫെലിക്സ്, പ്രധാനമായിട്ടും നമുക്ക് ഈ കെട്ടിടം നോക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും തകരപ്പാട്ടകൾ അടച്ചു വെച്ചിട്ടാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ധാരാളം പരസ്യ ബോർഡുകളുമുണ്ട്. ഇത് കെട്ടിട നിയമത്തിന്റെ ലംഘനമല്ലേ? നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ വീഴ്ചയല്ലേ ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഫെലിക്സ്? തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ നമുക്കത് പറയാൻ കഴിയും. അടുത്തിടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇന്നലെ കോഴിക്കോട് നടന്നത്. ഈ തീപിടുത്തം ഏറ്റവും വലിയ പ്രത്യേകത, ഇത് രാത്രി നമ്മളൊരു 5 മണിക്കൂർ കൊണ്ട് 24 ഫയർ യൂണിറ്റ് എത്തി അത് നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ഇന്ന് പുലർച്ചെയും തീ ഉണ്ടായിരുന്നതാണ്. പുലർച്ചെ 5 മണിക്ക് തീ കണ്ടു. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ ഫയർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അങ്ങനെ ആ തീ രാവിലെ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. നിയമലംഘനം ഏതായാലും ഈ കെട്ടിടത്തിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഇങ്ങനെ പൂർണ്ണമായും തകര ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് എങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായാൽ വെള്ളം ചീറ്റുമെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിപ്പോൾ ചില്ല് ഗ്ലാസ് ആണ്, അത് പൊട്ടിച്ച് നമുക്ക് അതിനുള്ളിലേക്ക് വെള്ളം ഒഴിക്കാൻ കഴിയും. പക്ഷേ ഇത് ഒരു തരത്തിലും ഇതിനുള്ളിലേക്ക് വെള്ളം ഒഴിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഈ നിർമ്മാണത്തിൽ തന്നെ അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി എങ്ങനെ ഈ കെട്ടിടത്തിന് ലഭിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നേരത്തെ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നേരത്തെ ഒരു ലോഡ്ജ് ആയിരുന്നു, ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നീടാണിത് വസ്ത്രവ്യാപാര സ്ഥാപനമാക്കി മാറ്റിയത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്കറിയാം യൂണിഫോം, സ്കൂൾ യൂണിഫോം ധാരാളം ഉണ്ടായിരുന്നു. പെരുന്നാൾ വരുന്നു, അപ്പോൾ അത്തരത്തിൽ വസ്ത്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതാണ്. അതുകൊണ്ടത് വലിയ രീതിയിൽ അത് കത്തിപ്പടരുകയും അത് വ്യാപിക്കുകയുമാണ് ഉണ്ടായത്. മാത്രമല്ല വലിയ പുക ഉയർന്നു. നഗരത്തിൽ മുഴുവനും രാത്രി പുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ ഒരു കെട്ടിടം എങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് കോർപ്പറേഷനാണ് അതിന് മറുപടി നൽകേണ്ടത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയായിരുന്നു, ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയായിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഫയർ ആൻഡ് സേഫ്റ്റി അടക്കമുള്ളവർ ഇവിടെ എത്തി അത് സംബന്ധിച്ചുള്ള പരിശോധന എത്രയും വേഗം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഇന്നലെ ആദ്യം ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് മാത്രമാണ് എത്തിയത്. കാരണം നമുക്കറിയാം നേരത്തെ ബീച്ചിൽ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കെട്ടിടം പൊളിച്ചു മാറ്റിയതിനെ തുടർന്ന് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു യൂണിറ്റ് ഇവിടെ എത്തി തീ അണയ്ക്കാൻ 3 മിനിറ്റ് സമയമെടുത്തപ്പോഴേക്കും വെള്ളം തീർന്നു. പിന്നീട് മാനാഞ്ചിറയിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് വെള്ളിമാടുകുന്നിൽ നിന്നും മീൻചന്തയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്താനെടുത്ത താമസം അതും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതൊക്കെ ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം ഉയരുന്നതിന് കാരണമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും തീ ഇപ്പോഴും ഇതിനുള്ളിൽ നിന്ന് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ അടക്കം പുക ഉയരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് തീ പൂർണ്ണമായി അടച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ വലിയ തീപിടുത്തമായതുകൊണ്ടാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകിയത്? നഗരഹൃദയമാണ്, ഇത്രയും അധികം ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ട് അതാരും കണ്ടില്ലേ? വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കടകളാണ്. അപ്പോൾ ആരും ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ എന്നുള്ള കാര്യമുണ്ട്.